Good evening, all of you, and welcome to the world of statistics. ഇന്ന് നമ്മൾ ടെസ്റ്റിംഗിന്റെ ബാലൻസ് പാർട്ടുമായിട്ടുള്ള വീഡിയോയിലാണ് വന്നിരിക്കുന്നത്. സോ ടെസ്റ്റിംഗിൽ നമ്മൾ നോർമൽ ബേസ്ഡ് ടെസ്റ്റുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ദെൻ സ്മോൾ സാമ്പിൾ ടെസ്റ്റുകളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അതായത് ടെസ്റ്റ് ബേസ്ഡ് ഓൺ ടി ഡിസ്ട്രിബ്യൂഷൻ, സ്റ്റുഡൻസ് ടി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഞാൻ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു കമന്റ് കണ്ടു, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണോ ചോദിക്കുകയെന്ന്. എക്സാക്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എടുക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചത് കൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുക്കുന്നത്. അപ്പൊ അത് തന്നെ ചോദിക്കുമെന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ ആ ഒരു ലെവൽ ആൻഡ് ആ ഒരു ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുള്ളത്. പിന്നെ നമ്മളൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ അറിയാം, നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കറിയാം, നമ്മളൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ വെറുതെ ആൻസർ പറഞ്ഞിട്ടല്ല പോവാ. ആ ക്വസ്റ്റ്യൻ അകത്തുനിന്ന് മാക്സിമം നമുക്ക് പറയാൻ പറ്റുന്ന എല്ലാ ടൈപ്പും നമ്മൾ ഡിസ്കസ് ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഡിസ്കസ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് വരുന്ന ഏതെങ്കിലും ഒരു ടൈപ്പ് ഷുവർ ആയിട്ടും ചോദിക്കും. ആ ഒരു ലെവലേ ചോദിക്കുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് സോൾവ് ചെയ്ത് പഠിച്ചോളാം. അപ്പോ ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ, the mean difference between 9 paired observations is 15 and the standard deviations of differences is 5 and the value of statistic. ഇങ്ങനത്തെ ഒരു സെയിം ക്വസ്റ്റ്യൻ 2018 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. നോക്കിയാൽ മതി, നമ്മൾ തന്നെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലില്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ 2018 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നമ്മൾ എന്താ പഠിക്കണ്ടേ, അത് ആദ്യം പഠിക്കുക. വെറുതെ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിന്റെ ആൻസർ ബൈ ഹാർട്ട് ചെയ്ത് പോയിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് അതിന്റെ തിയററ്റിക്കൽ കമ്പോണൻസ് ഒന്ന് നോക്കാം. സോ ടെസ്റ്റ് ബേസ്ഡ് ഓൺ ടി ഡിസ്ട്രിബ്യൂഷൻ, എസ്പെഷ്യലി സ്മോൾ സാമ്പിൾസ്. ദ ഫസ്റ്റ് കേസ് ഇസ് ദാറ്റ് വാട്ട് ആർ ദ അസംഷൻസ് ഓഫ് ടി ഡിസ്ട്രിബ്യൂഷൻ. ടി ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ പറയുന്ന അസംഷൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, the samples are generally drawn from the normal population. സാമ്പിൾസ് എടുക്കേണ്ടത് നോർമൽ പോപ്പുലേഷനിൽ നിന്നായിരിക്കണം. അതായത് പാരന്റ് പോപ്പുലേഷൻ നോർമൽ ആയിരിക്കണം. സെക്കൻഡ് തിങ് ഇസ് ദാറ്റ് ഓൾ ഒബ്സർവേഷൻസ് ഇൻ ദ സാമ്പിൾ ആർ ഇൻഡിപെൻഡന്റ്. സാമ്പിളിലെ എല്ലാ ഒബ്സർവേഷൻസും ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ആൻഡ് ദ വെരി ഇമ്പോർട്ടന്റ് തിങ് ഇസ് ദാറ്റ് ദ സാമ്പിൾ സൈസ് ഇസ് ഓൾവേസ് സ്മോൾ. സാമ്പിൾ സൈസ് എപ്പോഴും ചെറുതായിരിക്കണം. സാമ്പിൾ സൈസ് ഒരു 30ന് താഴെ ആവുമ്പോഴാണ്, 30ക്ക് താഴെ ആവുമ്പോഴാണ് നമ്മൾ അതിനെ സ്മോൾ സാമ്പിൾ ടെസ്റ്റ് എന്ന് വിളിക്കുന്നത്. സ്മോൾ സാമ്പിളുകൾ എല്ലാം നമ്മൾ ടി ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൽ ഒന്നാമത്തെ, ഇത് നമ്മളിപ്പോ ഒരു ഡിഗ്രി ബേസ്ഡ് ആയിട്ട് പഠിക്കുമ്പോൾ ഇങ്ങനെയല്ല, ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്, പ്രൂവ് ചെയ്യാനുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് മാത്രമാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ടെസ്റ്റ്, ടെസ്റ്റിംഗ് സ്പെസിഫൈഡ് മീൻ ഓഫ് എ പോപ്പുലേഷൻ. ഈ സെയിം സംഭവം നമ്മൾ നോർമൽ ടെസ്റ്റിലും പഠിച്ചായിരുന്നു അല്ലെ? അപ്പോ ലാർജ് സാമ്പിൾ ടെസ്റ്റിലും പഠിച്ചായിരുന്നു. അപ്പൊ ലാർജ് സാമ്പിളിന്റെ പ്രത്യേകത എന്താ? എല്ലാം സ്റ്റാൻഡേർഡ് നോർമൽ ആയിരിക്കും സ്റ്റാറ്റിസ്റ്റിക് ഫോളോ ചെയ്യുന്നത്, ശരിയല്ലേ? അവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അൺനോൺ ആയിട്ട് വന്നാലും, ഈ ടി ടെസ്റ്റിൽ നമ്മൾ ഇതിൽ എഴുതിയിട്ടില്ലെങ്കിലും ടി ടെസ്റ്റിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു അസംഷൻ ആണ് population standard deviation is unknown. That is sigma is unknown. അത് ഞാനിതിൽ എഴുതിയിട്ടില്ല, ബട്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അൺനോൺ ആയിരിക്കണം. അതും ടി ഡിസ്ട്രിബ്യൂഷന്റെ ഒരു അസംഷൻ ആണ്. നോൺ ആണെങ്കിൽ നമുക്ക് ടി സ്റ്റാറ്റിസ്റ്റിക് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ലാർജ് സാമ്പിൾ ടെസ്റ്റുകളുടെ പ്രത്യേകത എന്താ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോൺ ആണെങ്കിലും അൺനോൺ ആണെങ്കിലും വി ക്യാൻ യൂസ് ഇസഡ് ടെസ്റ്റ് അല്ലെ? സ്റ്റാൻഡേർഡ് നോർമൽ സ്റ്റാറ്റിസ്റ്റിക് തന്നെ യൂസ് ചെയ്യാം. പക്ഷെ ടിയിൽ അത് പറ്റില്ല. ഇനി ടെസ്റ്റിംഗ് സ്പെസിഫൈഡ് മീൻ ഓഫ് എ പോപ്പുലേഷൻ വെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ആർ അൺനോൺ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അൺനോൺ ആണെങ്കിൽ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയില്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പോപ്പുലേഷന്റെ മീൻ ടെസ്റ്റ് ചെയ്യുക? സ്മോൾ സാമ്പിൾസിൽ. അത് എടുത്തു പറയണം, സ്മോൾ സാമ്പിളിൽ. ഓക്കെ, അപ്പൊ സ്റ്റാറ്റിസ്റ്റിക് എന്തായിരിക്കും? T is equal to x bar minus mu naught into root n minus 1 by s. That follows T distribution with n minus 1 degrees of freedom. ചില ടെക്സ്റ്റുകളിൽ എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട് ഇൻറ്റു റൂട്ട് എൻ ബൈ എസ് എന്നും കാണാറുണ്ട്. രണ്ടും ശരിയാണ്.
ഓക്കെ, രണ്ടും ടി ഡിസ്ട്രിബ്യൂഷന്റെ സ്റ്റാറ്റിസ്റ്റിക് തന്നെയാണ്, അത് ചെയ്ത് നോക്കിയാൽ അറിയാം. ഇനി ഇവിടെ ടെസ്റ്റിംഗ് സ്പെസിഫൈഡ് മീൻ ഓഫ് എ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അൺനോൺ ഇൻ ദ സ്മോൾ സാമ്പിൾ വന്നപ്പോഴാണ് ടി ടെസ്റ്റ് ആയത്. അവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോൺ ആയിരുന്നെങ്കിലോ നമ്മുടെ പഴയ ഇസഡ് ടെസ്റ്റിലോട്ട് തന്നെ പോവായിരുന്നു കേട്ടോ. ഞാൻ അൺനോൺ കേസസ് മാത്രമേ ഇവിടെ തൽക്കാലം എടുത്തിട്ടുള്ളൂ. ഇനി ഇതിന്റെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്? ക്രൈറ്റീരിയാസ് പഠിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല, ബിക്കോസ് ടി ഡിസ്ട്രിബ്യൂഷൻ ഈസ് വെരി സിമിലർ ടു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ബെൽ ഷേപ്ഡ് ആണ്, സിമെട്രിക് ആണ്, അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് നോർമലുമായിട്ട് ഒരുപാട് സിമിലാരിറ്റീസ് പൊസസ് ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് ടി ഡിസ്ട്രിബ്യൂഷൻ. അറിയാം, നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്രൈറ്റീരിയാസ് വെരി സിമിലർ ആണ്. അവിടെ സെഡ് മാറ്റി ടി ആക്കി പഠിച്ചാൽ മാത്രം മതി. മ്യൂ ഗ്രേറ്റർ ദാൻ മ്യൂ നോട്ട് ആകുമ്പോൾ ടി ഗ്രേറ്റർ ദാൻ ടി ആൽഫ ആയിരിക്കും. മ്യൂ ലെസ് ദാൻ മ്യൂ നോട്ട് ആകുമ്പോൾ ടി ലെസ് ദാൻ മൈനസ് ടി ആൽഫ ആയിരിക്കും. നോട്ട് ഈക്വൽ ടു മ്യൂ നോട്ട് ആകുമ്പോൾ മോഡ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി ആൽഫ ബൈ 2 ആയിരിക്കും. അതും ഒരു കമന്റ് ബോക്സിൽ കണ്ടു. ടി മോഡ് ടി ഗ്രേറ്റർ ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണോ എന്ന്. ചില മിക്കവാറും ഉള്ള ടെക്സ്റ്റുകളിലൊക്കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് കണ്ടിട്ടുള്ളത്. 1-2 സ്ഥലത്ത് ഗ്രേറ്റർ ദാനും കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു പോപ്പുലേഷന്റെ മീൻ ടെസ്റ്റ് ചെയ്യാനുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ക്രൈറ്റീരിയ. ഇനി 2 സാമ്പിൾ ആണെങ്കിലോ, ടെസ്റ്റിംഗ് ഇക്വാലിറ്റി ഓഫ് മീൻസ് ഓഫ് 2 പോപ്പുലേഷൻ. രണ്ട് പോപ്പുലേഷന്റെ മീനുകളുടെ ഇക്വാലിറ്റി ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എച്ച് നോട്ട് എന്ത് വരും? എച്ച് നോട്ട് μ1 ഈക്വൽ ടു μ2 വരും. നമ്മുടെ നോർമലിനെ പോലെ തന്നെ μ1 ഗ്രേറ്റർ ദാൻ μ2, μ1 ലെസ് ദാൻ μ2 ആൻഡ് μ1 നോട്ട് ഈക്വൽ ടു μ2 ആർ ദ ഓൾട്ടർനേറ്റീവ്സും വരും. ഇനി അവിടെ സ്റ്റാറ്റിസ്റ്റിക് എന്തായിരിക്കും? x1 ബാർ മൈനസ് x2 ബാർ. x1 ബാർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോപ്പുലേഷന്റെ സാമ്പിൾ മീൻ, x2 ബാർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പോപ്പുലേഷന്റെ സാമ്പിൾ മീൻ. ദ ഹോൾ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് n1 s1 സ്ക്വയർ പ്ലസ് n2 s2 സ്ക്വയർ ബൈ n1 പ്ലസ് n2 മൈനസ് 2 ഇൻറ്റു 1 ബൈ n1 പ്ലസ് 1 ബൈ n2. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും. ഈ സ്റ്റാറ്റിസ്റ്റിക് ഒക്കെ മീൻസ് കമന്റിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഈ സ്റ്റാറ്റിസ്റ്റിക് ഞങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെക്കണോ? ഒബ്വിയസ്ലി കൺഫേം ആയിട്ടും ബൈഹാർട്ട് ചെയ്ത് വെക്കണം. ബിക്കോസ് 2018 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി 2019 എന്തെങ്കിലും ഡിഫറൻസുകൾ ഉണ്ടോ എന്ന് അറിയില്ല. അക്കോർഡിംഗ് ടു ടിൽ 2018 ക്വസ്റ്റ്യൻ പേപ്പർ അറിയാം, ക്വസ്റ്റ്യൻസ് തന്നിട്ട് ക്ലെയിം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അതൊരു 2-3 ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് 18 ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പൊ അവിടെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക് ബൈഹാർട്ടഡ് ആണെങ്കിൽ മാത്രമേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ ബൈഹാർട്ട് ചെയ്ത് വെക്കാം. ആൻഡ് ഫോളോ ചെയ്യുന്നത് എന്താണ്, അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൂടെ കൺഫേം ആയിട്ടും ബൈഹാർട്ട് ചെയ്ത് വെക്കുക. ബിക്കോസ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഒരുപാട് ക്വസ്റ്റ്യനിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. Okay, so this statistic follows T distribution with N1 plus N2 minus 2 degrees of freedom. Okay, then criteria is almost same ആണ്, because T distribution തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. ആൾട്ടർനേറ്റീവിൽ ചേഞ്ച് μ1 ഗ്രേറ്റർ ദാൻ μ2, μ1 ലെസ് ദാൻ μ2 നോട്ട് ഈക്വൽ ടു μ2 എന്ന് വരുന്നേ ഉള്ളൂ. ബാക്കി ക്രൈറ്റീരിയാസ് ഒക്കെ സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? രണ്ട് പോപ്പുലേഷൻസിന്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് അൺനോണും ആണ് ബട്ട് ഈക്വലും ആണ്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് നോൺ ആണെന്ന് പറഞ്ഞിരുന്നെങ്കിലോ, അത് നമ്മുടെ പഴയ നോർമലിലേക്ക് തന്നെ പോയത്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞില്ലേ 2018 സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്ന്. അത് ഈ സ്മോൾ സാമ്പിൾ ടെസ്റ്റുകളില് പെയർഡ് ടി ടെസ്റ്റിൽ നിന്നായിരുന്നു ആ ക്വസ്റ്റ്യൻ. നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മതി, അതിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ പെയർഡ് ടി ടെസ്റ്റിന്റെ സ്റ്റാറ്റിസ്റ്റിക് കണ്ടുപിടിക്കാനായിരുന്നു ആക്ച്വലി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. എന്താണ് പെയർഡ് ടി ടെസ്റ്റ്, അല്ലെങ്കിൽ എന്ത് കൈൻഡ് ഓഫ് സിറ്റുവേഷൻസിലാണ് പെയർഡ് ടി ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ബാക്കി അപ്പൊ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞല്ലോ, രണ്ട് പോപ്പുലേഷൻസിന്റെ മീൻ ഈക്വൽ ആണോ എന്ന് നോക്കാനുള്ള ടെസ്റ്റ് ഇതാ ഇപ്പൊ നമ്മൾ പഠിച്ചു. അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് സെയിം ഓബ്ജക്റ്റ് ട്വൈസ്, ലൈക്ക് എന്താ പറയാ, ഇപ്പൊ ഒരു എക്സസൈസ് പാറ്റേൺ ആഫ്റ്റർ ആൻഡ് ബിഫോർ ഫുഡ്, അതിനിങ്ങനെ ആഫ്റ്റർ ആൻഡ് ബിഫോർ ഒക്കെ വരുമ്പോ പെയർഡ് ആയിട്ട് സംഭവങ്ങൾ വരുമ്പോഴാണ് നമ്മൾ പെയർഡ് ടി ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് ആഫ്റ്റർ ആൻഡ് ബിഫോർ എ ട്രീറ്റ്മെന്റ്. And the most important thing is that the observations are dependent or pairs. Observations തമ്മിൽ ഒരു ഡിപ്പെൻഡൻസി ഉണ്ടായിരിക്കും.
ആൻഡ് ദേ ആർ പെയർഡ്. അങ്ങനെയാണ് നമ്മൾ പെയർഡ് ടി ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ 2018 ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളതില് അവരൊരു കഥ പോലെ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, പക്ഷേ പെയർഡ് ടി ടെസ്റ്റ് ആണോ നോർമൽ ടി ടെസ്റ്റ് ആണോ എന്ന് പറയുന്നില്ല. അതായത് സാധാ ടി ടെസ്റ്റ് ആണോ എന്ന് പറയുന്നില്ല. അത് നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കണം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ആഫ്റ്റർ ആൻഡ് ബിഫോർ എ ഡയറ്റ് അങ്ങനത്തെ എന്തോ ഒരു സംതിങ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ ആഫ്റ്റർ ആൻഡ് ബിഫോർ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് പെയർഡ് ടി ടെസ്റ്റ് ആയിരിക്കും. അവിടെ എന്ത് സ്റ്റാറ്റിസ്റ്റിക്കാ നമ്മൾ അപ്പൊ സോൾവ് ചെയ്യാൻ യൂസ് ചെയ്തത്? d bar into root n by st that follows t distribution with n minus 1 degrees of freedom. d bar into root n minus 1 എന്നും സ്റ്റാറ്റിസ്റ്റിക്കുകൾ പലയിടത്തും എഴുതി കണ്ടിട്ടുണ്ട്. ഓക്കെ, പക്ഷെ പി എസ് സിയുടെ ആൻസർ കീയിൽ റൂട്ട് എൻ ബൈ എസ് ഡി വെച്ചിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക് യൂസ് ചെയ്തിട്ടുള്ള ആൻസർ കീ ആയിരുന്നു. ഇനി ഡി ബാർ എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ഡിപ്പെൻഡന്റ് ഒബ്സർവേഷൻസ് ആണ് അവിടെ ഉണ്ടാവുക, അല്ലെങ്കിൽ പെയർഡ് ഒബ്സർവേഷൻസ് ആണ് അവിടെ ഉണ്ടാവുക. ആ ഒബ്സർവേഷനുകളുടെ ഡിഫറൻസ് ആണ് ഡി ഐകൾ എന്ന് പറയുന്നത്. ആ ഡിഫറൻസുകളുടെ അരിത്തമെറ്റിക് മീൻ ആണ് ഡി ബാർ. മിക്കവാറും അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും, നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരില്ല. അത്ര ഒന്നും സോൾവ് ചെയ്തെടുക്കാനുള്ള സമയം ഉണ്ടാവില്ലല്ലോ. ഇനി എൻ എന്താണ്? ഇത് സാമ്പിൾ സൈസ് നമുക്കറിയാം. എസ് ഡി എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദാറ്റ് ഡീകൾ, ആ ഡീകളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, ഇതാണ് പെയർഡ് ഒബ്സർവേഷൻസിന്റെ ടി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതും ഇത്രയും കാര്യങ്ങൾ, ഇത്രയുമാണ് സ്മോൾ സാമ്പിൾ ടെസ്റ്റിൽ ഉള്ളത്. സ്മോൾ സാമ്പിൾ ടെസ്റ്റിൽ ഇത്രയും അല്ല, പറയാനാണെങ്കിൽ കുറച്ച് എന്താ പറയുക, ഡിവിഷൻസ് വേറെ ഉണ്ട്. ഇപ്പൊ കോറിലേഷൻ ടെസ്റ്റ് ചെയ്യാനുണ്ട്, അങ്ങനെ കുറെ സംഭവങ്ങൾ ടി ടെസ്റ്റിൽ ഉണ്ട്. പക്ഷെ തൽക്കാലം ഞാൻ എടുത്തിട്ടില്ല, ബിക്കോസ് നമുക്ക് നമ്മുടെ എക്സാമിനനുസരിച്ച് ഇത്രയും കാര്യങ്ങൾ മതിയാവും. അത് പ്രീവിയസ് കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു കൈൻഡ് ഓഫ് സംഭവങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, ഇനി ഒരു 2 ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് പറയാം. പിന്നെ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മുടെ വർക്ക്ഔട്ടിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് ആ ടെസ്റ്റ് പഠിക്കുമ്പോൾ ചെറിയ വീഡിയോസ് നോക്കി പഠിക്കാനായിരിക്കുമല്ലോ ഇൻട്രസ്റ്റ് ഉണ്ടാവുക, ഇപ്പൊ ഈ ലാസ്റ്റ് മൊമെന്റിലായിട്ടൊക്കെ വരുമ്പോൾ. അതുകൊണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഫോർ സ്റ്റാറ്റിസ്റ്റിക് T for paired t test based on n pairs of observations. കണ്ടോ, അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ സ്റ്റാറ്റിസ്റ്റിക്കിന്റെയും, അത് ടിയുടെയും അല്ല, നോർമലിന്റെ ആണെങ്കിലും എല്ലാ സ്റ്റാറ്റിസ്റ്റിക്കിന്റെയും എന്താ പറയാ, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ നോക്കി വെക്കാം. ഇപ്പൊ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ n-1 അല്ലെ, ടി ഡിസ്ട്രിബ്യൂഷൻ d bar into root n by sd ഫോളോ ചെയ്യുന്നത് ടി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ, n-1. Second question, the mean difference between 9 paired observations. അപ്പൊ n എത്രയാണ്? 9. 9 പെയർ ഒബ്സർവേഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ പെയർഡ് ടി ടെസ്റ്റ് ആണെന്ന് അവർ എടുത്തു പറഞ്ഞിട്ടില്ല. പക്ഷെ 9 പെയർഡ് എന്ന് കാണുമ്പോൾ നമുക്ക് ഊഹിക്കാം ദാറ്റ് ഇസ് പെയർഡ് ടി ടെസ്റ്റ്. അവരുടെ മീൻ ഡിഫറൻസ് 15 ആണ്. അതായത് ഡി ബാർ, നമ്മുടെ ഡി ബാർ 15 ആണ്. ആൻഡ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഓൾസോ ഗിവൻ, ദാറ്റ് ഇസ് 5. Then what is the value of statistic? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എന്താ പ്രശ്നം? ആ സ്റ്റാറ്റിസ്റ്റിക് ഓർമ്മയില്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. എന്താണ്? t is equal to d bar into root n by st. That is d bar എത്രയാണ്? 15 into root 9. നമുക്ക് 9 ഒബ്സർവേഷൻസ് ആണ് പെയർഡ് ആയിട്ട് തന്നിട്ടുള്ളത്. സോ റൂട്ട് 9 എന്ന് പറയുന്നത് which is 3. The whole divided by st എത്രയാണ്? 5. സോൾവ് ചെയ്യുമ്പോൾ 3 into 3, that is 9. So 9 ആണ് ആൻസർ വരിക. അപ്പൊ ഇവിടുത്തെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയായിരിക്കും? n-1. So 9 minus 1, that is 8. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ അതിന് മാക്സിമം വരാൻ പറ്റുന്നതും കൂടി ഒന്ന് പറഞ്ഞു നോക്കണം. So here the value of statistic is 9, option B. അപ്പൊ 2 ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ബൈഹാർട്ട് ചെയ്ത് വെക്കുക, കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നോക്കുക. സമയം കിട്ടുമ്പോഴൊക്കെ കിട്ടാവുന്നിടത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. പിന്നെ ഈ മോഡൽ തന്നെ ചെയ്യാവുള്ളൂ അങ്ങനെ ഇല്ല, വേറെ മോഡലുകളും കൂടി ചെയ്ത് നോക്കിയാലുള്ള ഗുണം എന്താ? ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്ററിന്റെ ലെവലിലുള്ളതല്ലാതെ വേറെ ഉള്ള ലെവലിലെയും ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാലുള്ള ഒരു ഗുണം എന്താണ്? കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. അപ്പൊ കുറച്ച് താപ്പോട്ടുള്ളത് വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇത് വരുമോ അത് വരുമോ എന്ന് നോക്കിയിട്ട് കണ്ടിട്ടുള്ളത് മാത്രം ചെയ്ത് പഠിച്ചാൽ അങ്ങനെ ഫോക്കസ് ചെയ്യാൻ പാടില്ല. Okay. Okay. And wait for the next video. And thank you for watching. And നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഈ വീഡിയോ കൊണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ
ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.